ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ പോകണമെന്ന് വെച്ചാൽ വല്യമ്മ ഗൾഫിൽ നിന്ന് വന്നിക്കണം. അപ്പോൾ എല്ലാവരും കൂടി വിൽക്കാൻ പോകാമെന്ന് വിചാരിച്ചു എയർപോർട്ടിലേക്ക്. ഒരു മാസത്തിന് പോയതാണ്, പക്ഷേ എല്ലാവരും കൂടി പോകുമ്പോൾ രസമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോണത്. അപ്പോൾ തിരൂർ ബസ് സ്റ്റാൻഡിൽ എത്തിക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ ലൈമും പിന്നെ പൊറാട്ട റോളും ഷവർമ്മയൊക്കെ വാങ്ങി തന്ന് പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ചെരുപ്പെടുത്ത് എനിക്കൊരു പരിപാടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് ചെരുപ്പൊക്കെ. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി. ഉച്ച കഴിഞ്ഞപ്പോൾ വണ്ടി വന്ന് എല്ലാവരും കൂടെ അതിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഈ എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനും ഉമ്മയും അനിയനും പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയും ഉമ്മാൻ്റെ അടുത്തിയും മക്കളും പിന്നെ എൻ്റെ മാമനും വൈഫും മക്കളും അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ വണ്ടി വന്ന് ഉമ്മാരൊക്കെ മുന്നിക്ക് തട്ടിയിട്ട് മക്കളൊക്കെ ബാക്കിലാണ് ഇരുന്നത്. കസിൻസ് ഞങ്ങളെല്ലാവരും ബാക്കിലാണ് ഇരുന്നത്. എന്നാലല്ലേ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പാട്ടും കയ്യട്ടലും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊന്നും ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു. ആരും ഉണ്ടാതിരിക്കുക ഉറക്കൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും നല്ല ആക്റ്റീവായി നല്ല പവറായി. അതങ്ങനെയാണല്ലോ, ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാതെ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കും, പിന്നെ അത് തുടങ്ങും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. കാരണം ഞങ്ങൾ ഈ ഡാൻസും കയ്യട്ടലും പാട്ടൊക്കെ കളിക്കണോണ്ടാവാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുറേ ടൈം നിന്നിക്കണം അവിടെ. ഡ്രൈവർ പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങിക്കോളി, എന്നിട്ട് നമ്പർ പറഞ്ഞു തന്നാൽ മതി എന്ന്. ഇങ്ങനെ 13, 31, 32 എന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എവിടെയാണ് ഞങ്ങളുള്ളത് വെച്ചാൽ അവിടെ പറഞ്ഞാൽ മതി. അപ്പോൾ വണ്ടി എത്തി വരണ്ടേന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ കാണുന്നിടയ്ക്ക് വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളെല്ലാവരും നടക്കുകയാണ്. ഞങ്ങൾ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്തേക്കണേ. അൽഹംദുലില്ലാ വല്യമ്മ നാട്ടിലെത്തി. അപ്പോൾ വല്യമ്മ പറയാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ചൂടാണ്. ശരി തന്നെയാണ്, നമ്മളെ നാട്ടിൽ നല്ല ചൂടാണ്. അങ്ങനെ പെട്ടിയൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ച് വണ്ടിയിലെല്ലാവരും കയറി. എയർപോർട്ടിൽ നിന്ന് കണ്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനൊരാൾ ഒരു കോമഡി പറഞ്ഞതാണ് ഗൈസ്. സെക്യൂരിറ്റി പുറത്തേക്കുണ്ട്. ഞങ്ങൾ പൈസ കൊടുക്കണം, 2 ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണില്ല. ഒരു കോമഡി പറഞ്ഞതന്നെ, പക്ഷെ എല്ലാവരും തൂക്കി. ഇനിയും കോമഡി പറയാൻ വായർക്കൂല. എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കണം. അങ്ങനെ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. രാത്രിയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയി. കസിൻസ് മാത്രം പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മസാലപ്പുരി കഴിക്കാനാണ് പോയത്. ഞങ്ങൾ കൂടുതൽ ഒരാൾ ഒരു സ്ഥലം പറയും, അവിടെ ഇന്ന സാധനം ഉണ്ട് അതുണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ രാത്രി പോവും, തിന്നിട്ട് വരും. സംഭവം നൈസാണ്, രസമുണ്ട്. അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് വന്ന് ഇനി അടുത്ത പരിപാടി പെട്ടി പൊട്ടിക്കുന്ന ചടങ്ങാണ്. പെട്ടിൻ്റെ ചുറ്റും നിരന്നിരിക്കേണ്ട ആൾക്കാർ. അതിപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിലും കാണാനൊരു രസമാണ്. അപ്പോൾ അത് പൊട്ടിച്ചും കൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് മാലയും കമ്മലൊക്കെ വരുന്നൊരു സെറ്റ്, പിന്നെ മുടിമട്ടുന്നത്, പിന്നെ വള, പിന്നെ കൈച്ചേന്, ക്രാബ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഹെയർ ബാൻഡൊക്കെ കുറേ കൊടുത്തിക്കണ്. പിന്നെ ഇതും കുറേ കൊടുത്തിക്കണ്, ഈ കൈച്ചേനും ക്രാബും ഒക്കെ. പണ്ടൊക്കെ ഇതുപോലത്തെ മുത്തുമാല പിന്നെ കമ്മൽ വളമൊക്കെ കിട്ടുമ്പോൾ വലിയ കാര്യമായിരുന്നു നമുക്കിപ്പോൾ. കാണാനൊരു രസം അത്രേ ഉള്ളൂ. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ബോക്സിലൊക്കെ ആയിട്ട് ഒരു പിങ്ക് കളറ് ഒരു ആർട്ട് ഷേപ്പിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ മക്കൾക്കൊക്കെ ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം. അടുത്തതൊരു ബാഗാണ്. കാണാനൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബാഗ്. പിടിക്കുന്ന സ്ഥലത്ത് മുത്തൊക്കെ വന്നിട്ടൊരു ടൈപ്പ് ബാഗ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാണാൻ ഡ്രസ്സ് എനിക്ക് കിട്ടിയതാണ്. വേറെയും സംഭവങ്ങളൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.